പൊറാട്ടന്റെയോ പുട്ടിന്റെയോ റൈസിന്റെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ചിക്കനിലും ബീഫിലും ട്രൈ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഫ്രൈ ചെയ്യുമ്പോൾ വേറെ പണിക്കൊന്നും പോലെ, അല്ലെങ്കിൽ ഇതേപോലെ കരിഞ്ഞു ചെറിയ ജീരകം, വലിയ ജീരകം, പച്ചമല്ലി, വറ്റൽമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ് ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ചെടുക്കണം. ഇനി ഒരു ചൂടായ പാനിലേക്ക് കറിവേപ്പില ഇടുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതച്ചിട്ടതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് വരട്ടി മഞ്ഞപ്പൊടി, ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് ചിക്കൻ ആഡ് ചെയ്യും. ഇനി പൊടിച്ച് വെച്ച മസാല ചേർക്കാം. ബീഫിൽ വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത ഒനിയനും നാരങ്ങ നീരും പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് പുളിവെള്ളം വേണമെങ്കിലും ചേർക്കാം. ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എല്ലാ മസാലയും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഏതൊരു ഡിഷിന്റെ കൂടി ഇത് കോമ്പിനേഷൻ ആക്കാൻ പറ്റും. ആള് കുറച്ച് സ്പൈസി ആണ്, അതുകൊണ്ട് തന്നെ വറ്റൽമുളകും കുരുമുളകും ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ആഡ് ചെയ്യും. അങ്ങനെ ഫൈനലി വി മേഡ് ബീഫ് ചുക്ക. അപ്പൊ നോമ്പിന് റെഗുലർ ബീഫ് റോസ്റ്റും ചിക്കൻ റോസ്റ്റും ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ബീഫ് ചുക്കയോ ചിക്കൻ ചുക്കയോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.